ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഒരു കോവിഡാനന്തര ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കോവിഡിൻ്റെ കാലത്തും കോവിഡാനന്തര സമയത്തും പെട്ടെന്നുണ്ടായ മരണത്തിലും രോഗത്തിലും അനേക കുടുംബങ്ങൾ, നാം ഉൾപ്പെടുന്ന സമൂഹം, നാം ഓരോരുത്തരും കടുത്ത പ്രതിസന്ധിയിലൂടെയും വേദനയിലൂടെയും പ്രതീക്ഷകൾ അസ്തമിച്ച നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. നാം ഉൾപ്പെടുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കലാപങ്ങളും അക്രമങ്ങളും അനീതികളും നടമാടിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കുന്ന ഇടത്ത് ഉപജീവനമാർഗം ലഭ്യമാകാതെ അനേകർ മറ്റിടങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെയും രക്ഷകന്റെ ജനനം നമുക്ക് പുതുവെളിച്ചം നൽകുന്ന ഒന്നാണ്. പ്രശ്നസങ്കീർണമായ ലോകത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരിലും സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഇന്ന് ക്രിസ്മസ്, ഡിസംബർ 25. സർവ്വജനത്തിനും സന്തോഷമുളവാകുന്ന സുദിനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ഗവൺമെന്റിന്റെ ആധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന യഹൂദ സമൂഹത്തിന്റെ ആകുലതകളുടെയും നൊമ്പരങ്ങളുടെയും നടുവിൽ യേശുവിന്റെ ജനനം ഒരു പുതുവെളിച്ചത്തിന്റെ അനുഭവമായി മാറുകയായിരുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം. സെന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1-14. കുറിവാക്യമായി അതിന്റെ 10-ാം വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ബർത്ത് ഓഫ് ദ സേവിയർ, ഗുഡ് ന്യൂസ് ടു ഓൾ. രക്ഷകന്റെ ജനനം സർവ്വജനത്തിനുമുള്ള സന്തോഷം എന്നുള്ളതാണ് ചിന്തയ്ക്ക് ആധാരമായ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് 2-3 ചിന്തകൾ നമുക്ക് പങ്കിടാം. ഒന്നാമതായി, ബർത്ത് ഓഫ് ദ സേവിയർ റിവീൽസ് എ ഗ്രേറ്റ് മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹാകരുണയുടെ വെളിപ്പെടുത്തലാണ് രക്ഷകന്റെ ജനനം. ദൈവം തന്റെ സൃഷ്ടിയെ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. അതുകൊണ്ടാണ് തന്റെ സ്വന്തം പുത്രനെ ലോകത്തിനായി നൽകിയത്. പാപത്തിൽ നിബന്ധിച്ചുപോയ ലോകത്തെ തന്റെ മനുഷ്യ അവതാരത്തിലൂടെ ദൈവം വീണ്ടെടുക്കുന്നു. കരുണയില്ലാത്ത യജമാനന്മാരുടെ ലോകത്തിൽ സകലത്തിന്റെ യജമാനൻ തന്റെ സൃഷ്ടിയോട് കരുണ കാണിക്കുന്നു. ഗോഡ് ഈസ് വിത്ത് അസ് എന്നുള്ളതാണ് ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. തകർന്നുടഞ്ഞു പോകുന്ന ബന്ധങ്ങളുടെ നടുവിൽ അതിനെ കൂട്ടിയിണക്കുവാനായി ക്രിസ്തു സാന്നിധ്യം ഉണ്ട്. നഷ്ടപ്പെട്ടു പോകുകയും തകർന്നു പോവുകയും ചെയ്യുന്ന ജീവിതങ്ങൾക്ക് ക്രിസ്തു സാന്നിധ്യം കരുത്തേകുന്നു. ഇമ്മാനുവേലായ ദൈവം എല്ലാ അനുഭവങ്ങളിലൂടെ നമ്മോട് കൂടെയുണ്ടെന്ന് യേശുവിൻ്റെ ജനന അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നു. എന്തുകൊണ്ടാണ് നാം ഇവിടെ ദൈവ കരുണയാണ് ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയാൻ കാരണം? ഫിലിപ്പിയ ലേഖനം 2 പറയുന്നു, ദൈവരൂപത്തിലിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് ഉയരുവാൻ ശ്രമം നടത്തുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. തൻ്റെ സൃഷ്ടിയുടെ തളർച്ചയും ക്ഷീണവും അകറ്റുവാൻ കൂടെ പാർക്കുന്നവൻ. അതുകൊണ്ട് ദൈവകരുണയാലുള്ള ഈ ജനനം ലോകത്തിലെന്നും ഒരു മഹാസന്തോഷമായി നിലനിൽക്കുന്നു. കരുണയുടെയും സ്നേഹത്തിൻ്റെയും സമ്പന്നത ഓരോ ദിവസവും നമ്മിൽ വർദ്ധിപ്പിക്കണമെന്ന് ഈ ചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി, ബർത്ത് ഓഫ് ദ സേവിയർ ഇൻ ഹ്യൂമിലിറ്റി. രക്ഷകന്റെ ജനനം എളിമയിലൂടെ. ലോകത്തിന്റെ രക്ഷകന് പിറക്കുവാൻ ഇടം ലഭിക്കാതെ പശുത്തൊഴുത്തിൽ പിറന്നു വീഴുമ്പോൾ അതിൻ്റെ സന്തോഷം ദൂതന്മാർ വിളംബരം ചെയ്തത് പ്രഭുക്കന്മാരോടല്ല, കൊട്ടാരങ്ങളിലല്ല, പിന്നെയോ വെളിമ്പറമ്പിൽ കിടന്നുറങ്ങിയ ഇടയന്മാരോടാണ്. ഈ രക്ഷകന്റെ ജനനം കൊട്ടാരത്തിലല്ല, പട്ടുമെത്തയിലല്ല, പശുത്തൊഴുത്തിലാണ്, കീറ്റുശീലയിൽ പൊതിയപ്പെട്ട അവസ്ഥയിലാണ്. ബേത്ലഹേമിലെ പുൽത്തൊട്ടി എളിമയുടെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടമാണ്. ലോകരക്ഷകന് പിറക്കുവാൻ സുരക്ഷിതത്വമുള്ള ഇടം ലഭ്യമാകാതെ പോയിട്ടുണ്ട്. എങ്കിൽ ഇന്നും ഈ നൂറ്റാണ്ടിലും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിറന്നു വീഴുവാൻ ഇടം ലഭിക്കാതെ പോകുന്നവരും കിടന്നുറങ്ങുവാൻ പാർപ്പിടമില്ലാത്തവരും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഈ ക്രിസ്മസിൽ നാം വിസ്മരിക്കരുത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായ രക്ഷകന്റെ ജനനത്തിന്റെ സദ്വാർത്ത ദൂതന്മാർ ആദ്യം അറിയിച്ചത് ഇടയന്മാരെയാണെങ്കിൽ, ക്രിസ്മസിന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നാൾ എളിമയുടെ ഭാവം ധരിക്കുകയും എളിയവരെ ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതം. മൂന്നാമതായി, ബർത്ത് ഓഫ് ദ സേവിയർ മേക്സ് ജോയ് ടു ദ വേൾഡ്.
ഭൂമിയെ സന്തോഷിപ്പിക്കുന്ന രക്ഷകന്റെ ജനനം. ലോകത്തെല്ലായിടവും കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്. എന്നാൽ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഈ അത്ഭുത ശിശുവിൻ്റെ ജനനം അത് ലോകത്തെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. അതിൻ്റെ കാരണം ഇതൊരു ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. അന്ധകാര നിമിഡമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് രക്ഷകന്റെ ജനനം അവരുടെ ഇരുട്ടിനെ മാറ്റുന്ന അനുഭവമാണ്. ദൂതന്മാർ തിരുപ്പിറവിയുടെ സദ്വാർത്ത ഇടയന്മാരെ അറിയിച്ചപ്പോൾ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആടുകളെ ഉപേക്ഷിച്ചിട്ടാണ് ശിശുവിനെ കാണാൻ പോയത്. നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ ചില സൗകര്യങ്ങളെയും സന്തോഷങ്ങളെയും ത്യജിക്കുമ്പോൾ മാത്രമേ രക്ഷകന്റെ ജനനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളും ആർഭാടവുമായി മാറാതെ ക്രിസ്തു ജനനത്തിൻ്റെ പൊരുൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് ആകണം. കരുണയും എളിമയും സന്തോഷവും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മനുഷ്യ അവതാരമെടുത്ത് ഞങ്ങളെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ ജനനത്തിൻ്റെ യഥാർത്ഥ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവേ, നിന്റെ പിറവിയുടെ കേൾവിക്കാരും സ്വീകർത്താക്കളും പ്രഘോഷകരുമാക്കി ഞങ്ങളെ തീർക്കണമേ. ആമേൻ.